ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രീ KG LKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക. വ്യാഴാഴ്ച മുതൽ ആറ്റൂർ അർഫ സ്കൂളിൽ നടക്കുന്ന തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സഹോദയ കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ആറ്റൂർ അർഫ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടത്തുന്ന കലോത്സവത്തിൽ തൃശൂർ ജില്ലയിലെ 75 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികൾ 147 ഇനങ്ങളിലായി മാറ്റുരയ്ക്കും. 23 രാവിലെ 10 ആലത്തൂർ MPK രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിക്കും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. കലോത്സവത്തിന്റെ 2ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സംവാദ് വിദ്യാഭ്യാസ സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. അറഫ സ്കൂൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനവും സമ്മാനദാന ചടങ്ങും ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കും. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കും. സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ഭവ അധ്യക്ഷനാവുമെന്ന് അറഫ ജനറൽ സെക്രട്ടറി KS ഹംസ അറിയിച്ചു. 23, 24, 25 തീയതികളിലാണ് അറഫ സ്കൂളിൽ തൃശൂർ സഹോദയയുടെ കലോത്സവം നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, തൃശൂർ സഹോദയ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹോദയാണ്, ഏറ്റവും വലിയ കലോത്സവമാണ്. ഭാഗധേയത്വം കൊണ്ട്, പങ്കാളിത്തം കൊണ്ട്, എല്ലാം കൊണ്ടും തൃശ്ശൂർ സഹോദയാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. 6000-ലധികം പാർട്ടിസിപ്പൻസ്, 7000-ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. അത് കൂടാതെ അവർ രക്ഷിതാക്കൾ എല്ലാമായി ഒരു 20,000-ഓളം ആളുകളുടെ സാന്നിധ്യം ഈ ക്യാമ്പസിൽ ഉണ്ടായിരിക്കും 3 ദിവസം. എല്ലാ പരിപാടികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ ആലോചനകളും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം, സംഘാടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 37 സ്റ്റേജുകളുണ്ട്. സ്റ്റേജുകളുടെ പണികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത്തരം ആളുകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് സംവിധാനം, കാറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ പതിക്കഴിഞ്ഞു. 7500 സ്ക്വയർ ഫീറ്റുള്ള ഡൈനിങ് ഹാള്, കിച്ചൺ സംവിധാനങ്ങളെല്ലാം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അവസാനത്തെ മിനുക്ക് പണികളുടെ തിരക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.